വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ നൽകി ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ചതായി പരാതി. സമ്മാനാർഹമായ ടിക്കറ്റുകളുടെ നമ്പറുകളിലുള്ള 8 വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ നൽകിയായിരുന്നു തട്ടിപ്പ്. ഷൊർണൂർ സ്വദേശിയായ എ കെ വിനോദ് കുമാറാണ് തട്ടിപ്പിനിരയായത്. മാസ്ക് ധരിച്ച് സ്കൂട്ടറിലെത്തിയയാളാണ് തട്ടിപ്പ് നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നു. ഭാഗ്യതാര ടിക്കറ്റുകൾക്ക് സമ്മാനമുണ്ടെന്നും പണം നൽകണമെന്നുമാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. ഞാൻ ലോട്ടറി ആയിട്ട് വരുമ്പോൾ മെറ്റലിൻ്റെ അടുത്ത് ഒരാൾ വണ്ടി തിരിച്ചു വന്നിട്ട് 12 ടിക്കറ്റ് ആദ്യം തന്നു. 500 രൂപ ഉണ്ട് തന്നു. അവസാനം എൻ്റെ അടുത്ത് അത്രയും ടിക്കറ്റിന് കാശ് ബാക്കി ടിക്കറ്റ് കൊടുക്കാനില്ലായിരുന്നു. 5 ബമ്പറും കൊടുത്ത് 2 സെറ്റും. അപ്പോൾ 3950 രൂപ നഷ്ടമായിരിക്കും. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, ഇത് എങ്ങനെയായിരുന്നു ഈ തട്ടിപ്പ്? ആരാണ് തട്ടിപ്പ് നടത്തിയതെന്ന കാര്യത്തിൽ എന്തെങ്കിലും പിടികിട്ടിയോ? അമൃത, ലോട്ടറി ടിക്കറ്റിൽ അർഹമായ ടിക്കറ്റുകൾ ഏതാണെന്ന് കണ്ടെത്തുകയും ഇത് വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ നൽകി ലോട്ടറി വിൽപ്പനക്കാരനായ വ്യക്തിയാണ് ഈ കബളിപ്പിച്ചത്. 3600 രൂപയുടെ ലോട്ടറിയും അതോടൊപ്പം തന്നെ പണവും തട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൽ ഷൊർണൂരിൽ താമസിക്കുന്ന ലോട്ടറി വിൽപ്പനക്കാരനായ എ കെ വിനോദ് കുമാറിനാണ് തട്ടിപ്പിന് ഇരയായത്. ഇദ്ദേഹത്തിന് ആരാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. മാസ്ക് ധരിച്ച് സ്കൂട്ടറിലെത്തിയ ആൾ കയ്യിലുണ്ടായിരുന്ന ഈ ഭാഗ്യധാര ടിക്കറ്റുകൾക്ക് സമ്മാനമുണ്ടെന്നും പണം നൽകണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. 8 ടിക്കറ്റുകളുടെ സെറ്റ് നൽകി സമ്മാന തുകയായ 4000 രൂപ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. നേരത്തെ ഇദ്ദേഹത്തിൽ നിന്ന് എടുത്ത ടിക്കറ്റാണ് എന്നുകൂടി പറഞ്ഞിരുന്നു. എന്തായാലും ഷൊർണൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ആളെ സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. ശരി സാജിദ്.